നോക്കാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? ഓക്കെ, ഇവിടെ കുറച്ച് ആക്ഷൻസ് പറയുന്നുണ്ട്. കുറച്ച് ആക്ഷൻസ് 4 ഓപ്ഷൻസിൽ പറയുന്നത്. ഇതില് ഏതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, സോ വാട്ട് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? എന്താണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? ഏത് ഏരിയയിലുള്ള ചോദ്യമാണെന്ന് പറയാമോ? ഫ്രം വിച്ച് സബ്ജക്ട്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അല്ലേ? ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിനെ എങ്ങനെ പ്രിവെൻഷൻ ചെയ്യാം? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ വി നോ ദാറ്റ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി പ്രിവെൻഷൻ. 4 ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ടേക്കൺ ടു റിമൂവ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്കർ. ദ ആക്ഷൻ ടേക്കൺ ടു റിമൂവ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്കർ. ഡിസീസ് ഒക്കർ ചെയ്യാൻ പാടില്ല. അതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി മീൻസ് വാട്ട്? ആക്ഷൻ ദെൻ ഹോൾഡ്സ് ദ പ്രോഗ്രസ് ഓഫ് ഡിസീസ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസീസ് വന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രസ് ചെയ്യാൻ പാടില്ല. ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. ഡിസീസ് ഉണ്ടാകുന്നതിന് മുന്നേ എടുക്കുന്ന ആക്ഷൻ. പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യാം. ഇതിൽ ഏതായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ? നമുക്ക് എന്താണ് ഈ 4 ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ നോക്കാം. സോ ഞാൻ പറഞ്ഞു, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. ഓക്കെ, ഇതില് പ്രൈമോഡിയൽ പ്രിവെൻഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക. ഡിസീസ് ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക. അതാണ് എന്ത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേ? ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഓർ മാസ് എഡ്യൂക്കേഷൻ. നമ്മളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നമ്മൾ പബ്ലിക്കിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മള് ഫിലിം കാണാനൊക്കെ പോകുമ്പോൾ, തിയേറ്ററിൽ പോകുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന എന്താ? എല്ലാ തിയേറ്ററിലും പോകുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന എന്താ? നമ്മളെ മനസ്സിൽ വരും. എന്തോ ഫസ്റ്റ് കാണിക്കുന്ന സ്ക്രീനിൽ ഫിലിമിന്റെ പേരിനൊക്കെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ സാധനം കാണിക്കത്തില്ലേ? അതൊരു മാസ് എഡ്യൂക്കേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ റിസ്ക് ഫാക്ടർ കുറയ്ക്കുക. അതാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഓർ മാസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്. ചില സമയത്ത് ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു അല്ലെ? മഴ വരുന്നുണ്ട്, മഴക്കാല രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, കൊതുക് നിരോധന വഴികൾ പറഞ്ഞു തരും അല്ലെ? അപ്പൊ അതൊക്കെയാണ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് വരാൻ പാടില്ല. ഡിസീസ് ഒന്നുമല്ല അവിടെ എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡിസീസ് ഒന്നും അവിടെ ഇല്ല, പക്ഷെ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. റിസ്ക് ഫാക്ടർ വരാൻ പാടില്ല. അതാണ് ഇൻഡിവിജ്വൽ മനസ്സിലോർക്കുക. എഡ്യൂക്കേഷൻ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഫോക്കസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ പ്രിവെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് പ്രൈമറി പ്രിവെൻഷൻ. എന്താണ് പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമറി പ്രിവെൻഷൻ, പ്രൈമോഡിയൽ മനസ്സിൽ വരിക റിസ്ക് ഫാക്ടർ, പ്രൈമോഡിയൽ റിസ്ക് ഫാക്ടർ, പ്രൈമറി. അപ്പൊ എന്തോ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ. നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് ഓർമ്മ വരിക. പ്രൈമോഡിയൽ എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് ഓർക്കുന്നത് പോലെ പ്രൈമറി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് ഓർക്കുക. ഓക്കെ, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇതാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കറിയാം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഷെഡ്യൂൾ അല്ല എല്ലാ രാജ്യത്തും യൂസ് ചെയ്യുന്നത്. പലർക്കും പല ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ്, കുറച്ച് ഡിസീസിന് മാത്രമാണ് ഫോക്കസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പണ്ട് നമ്മൾക്ക് ജനിക്കുന്ന മുന്നുള്ള ടൈമില് സ്മോൾ പോക്സ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അറിയാലോ സ്മോൾ പോക്സ് വാക്സിനേഷൻ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഷെഡ്യൂളിൽ സ്മോൾ പോക്സ് വാക്സിനേഷൻ ഉണ്ടോ? ഇല്ല. വൈ എന്തുകൊണ്ടാ മാറ്റിയത്? ഇറാഡിക്കേറ്റ് ചെയ്തു അല്ലെ? ആ ഒരു ഡിസീസ് കണ്ടീഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്തു. സോ നമുക്ക് ഇതിന് ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഷെഡ്യൂൾ എടുക്കുമ്പോൾ ചില ഡിസീസ് കണ്ടീഷൻ നമ്മൾ പ്രോൺ ആണ്. ഓക്കെ, നമ്മുടെ ഏരിയ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ അതിന്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ നമ്മൾ അത് എടുത്തേ പറ്റൂ. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ വാക്സിനേഷൻ അത് നമ്മുടെ ഷെഡ്യൂളിൽ ഇല്ല. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ എടുക്കുമ്പോൾ അത് എന്താ പറയാ, അല്ലെങ്കിൽ 100% എടുത്തേ പറ്റൂ എന്ന് ആരും പറയത്തില്ല. പക്ഷെ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അല്ലെ? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നേ, സ്പെസിഫിക് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു. എന്തിനു വേണ്ടി? ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ ട്രാഫിക് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നില്ലേ? ഇറ്റ് ഇസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ.
ആക്സിഡന്റ് നമുക്കറിയാം, നമ്മുടെ റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വി ആർ പ്രോൺ ഫോർ റിസ്ക് ഫാക്ടർ ഉണ്ട് ആക്സിഡന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ എന്താണ്, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്, മനസ്സിലായി? അപ്പൊ ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ സൈഡിൽ ബോർഡ് എഴുതി വെച്ചേക്കുവാണ്, നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം, ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി പ്രിവെൻഷനും, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ അത് പ്രൈമറി പ്രിവെൻഷനും ആയിരിക്കും. സോ ദെൻ വാട്ട് ഈസ് സെക്കൻഡറി പ്രിവെൻഷൻ? അപ്പൊ പ്രൈമോഡിയൽ മീൻസ് അവോയ്ഡിങ് റിസ്ക് ഫാക്ടർ. പ്രൈമറി എന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ ഡിസീസ് ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കില്ല. സോ വാട്ട് ഈസ് സെക്കൻഡറി പ്രിവെൻഷൻ? ഇവിടെ ഡിസീസ് ഉണ്ട്, ഓക്കെ, ഓൾറെഡി ഡിസീസ് വന്നു, പക്ഷെ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഏർലി ഡയഗ്നോസ് ചെയ്ത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സോ ഇവിടെ റിസ്ക് ഫാക്ടർ വന്നു, ഡിസീസ് വന്നു കഴിഞ്ഞു, ഡിസീസ് ഡയഗ്നോസ് ചെയ്തു. ആ അങ്ങോട്ട് ഡയഗ്നോസ് ചെയ്ത ഡിസീസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നമ്മുടെ പേഷ്യന്റ് സർവൈവ് ചെയ്യണം. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ടെറിഷറി പ്രിവെൻഷൻ? എന്താ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസീസ് കണ്ടീഷൻ വന്നു, പേഷ്യന്റ് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പേഷ്യന്റിനെ റീഹാബ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഡിസബിലിറ്റി ആയിട്ടുണ്ട്, പേഷ്യന്റ് ഡിസബിലിറ്റി ആയി, കോംപ്ലിക്കേഷൻ ആയി, ആ ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ കാലം ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ കൊടുക്കത്തില്ലേ, അതാണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി അവരുടെ ലൈഫ് എങ്ങനെ അവർക്ക് ഉള്ള ഡിസബിലിറ്റി കൊണ്ട് അവർക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും, ആ റീഹാബിലിറ്റേഷൻ ആണ്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ റീഹാബിലിറ്റേഷൻ ആണ് ടെറിഷറി പ്രിവെൻഷൻ വരുന്നത്. സോ 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഫസ്റ്റ് ഈസ് പ്രൈമോഡിയൽ, നമ്മൾ അവന്റെ ഫോക്കസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടറിനെ അവോയ്ഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ ആണ്. ദെൻ പ്രൈമറി പ്രിവെൻഷൻ, ഡിസീസിനെ അവോയ്ഡ് ചെയ്യുക, റിസ്ക് ഫാക്ടർ ഉണ്ട് ബട്ട് ഡിസീസിനെ അവോയ്ഡ് ചെയ്യാം, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ഡിസീസ് വന്നു കഴിഞ്ഞു, സോ ഏർലി ഡയഗ്നോസ് ചെയ്യണം, പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം. ടെറിഷറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ഡിസീസ് വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങി, പക്ഷേ പേഷ്യന്റ് കുറച്ച് കോംപ്ലിക്കേഷനിലോട്ട് പോയി. സോ വാട്ട് യൂണിറ്റ് ടു, നമ്മൾ ഡിസബിലിറ്റി കുറയ്ക്കുക, ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ട് റീഹാബ് കൊടുക്കുക, അതാണ് ടെറിഷറി പ്രിവെൻഷൻ വരിക. സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, പ്രിവെൻഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അറിയാം, പ്രൈമോഡിയൽ എന്ന് പറയുമ്പോഴേ മനസ്സിലാവും റിസ്ക് ഫാക്ടേഴ്സിന്റെ എമർജൻസി പ്രിവെന്റ് ചെയ്യാം. സോ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ.